വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും എഴുന്നേറ്റോ? കോഴി കൂകുന്നത് പോലെ എല്ലാവരും വീടുകളിൽ പ്രഭാതത്തിൽ വന്ന് ഞാൻ കൂകുകയാണ്. എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ദിസ് ഇസ് എ വേക്ക് അപ്പ് കോൾ. എഴുന്നേറ്റവർ കമന്റ് ബോക്സിൽ അല്ല, എഴുന്നേറ്റവർ ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുക, പിടിച്ചുകൊണ്ടൊന്ന് ഇരുത്തുക. കാരണം നമ്മൾ തുടങ്ങാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം തീരുകയാണ്. 21-ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നാളെ കൊണ്ട് യോഹന്നാന്റെ സുവിശേഷം എനിക്ക് സങ്കടവും ദുഃഖവും എല്ലാം കൂടി വരുന്നു. നമുക്ക് 100-ാമത്തെ ആകുമ്പോഴേക്കും കേക്ക് മുറിക്കണം. ഞാൻ അറിഞ്ഞതനുസരിച്ച് അടുത്ത മൺഡേ മുതൽ ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കല്ലേ, നമ്മൾ ബൈബിൾ ആൻഡ് യു ക്വസ്റ്റ്യൻ ആൻസർ ഒരു പ്രോഗ്രാം സിസ്റ്റർ ഷെമ ഡാമിൻ നയിക്കാൻ പോവുകയാണ്. ഭയങ്കരമായ ചില സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇതുവരെ ആർക്കെങ്കിലുമൊക്കെ ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇതുവരെയുള്ള 60 എപ്പിസോഡുകളാണ്. നാളെ ഇന്ന് 59ആണ്, നാളെ 60ആണ്. എന്ന് വെച്ചാൽ ജോൺസ് ഗോസ്പലിൽ അതൊക്കെ മിസ് ചെയ്ത പാഠഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി റെഡിയാകുക. അതിനെ ബേസ് ചെയ്ത് എപ്പിസോഡുകളെ ബേസ് ചെയ്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്. എല്ലാവരും നോട്ട്സ് റെഡി ആയിരിക്കുക. ഓൾറൈറ്റ്. ഇന്ന് സ്പോൺസേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്, എറണാകുളത്ത് നിന്നുള്ള ഒരു വ്യക്തിയാണ്. 2 പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 2 പേരുടെയും മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ കർത്താവെ, അതുപോലെ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ കുടുംബം മറ്റ് ഒരു ഭൗതിക ആവശ്യങ്ങളൊന്നുമല്ല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്, ദൈവികമായ ഒരു അഭിഷേകം അവർക്കുണ്ടാകുവാൻ ചേർന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവിക അഭിഷേകത്തിൽ യേശുവിൻ നൽകുന്ന ആ വെള്ളം പാനം ചെയ്യുവാൻ കൃപ കൊടുക്കണമേ. ആത്മീകമായി വളരുവാൻ ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രിസ്തുവിനെ അവരിൽ ഉരുവാക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ദൈവത്തെ പാടി ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻമക്കൾ കൂടിയിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻമക്കൾ കൂടിയിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ, നിന്നെ ഇന്ന് ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ, എന്നാലും ആത്മാവിൽ ആരാധിക്കും. കരങ്ങളടിച്ചെല്ലാവരും ചേർന്ന് പാടാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ.
Hallelujah. John's Gospel chapter 21 verse number 15. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായം 21:15 മുതലാണ് ഈ ആഴ്ചയിൽ ആദ്യം നമ്മൾ ഒഴിഞ്ഞ കല്ലറ കണ്ടു, ദ എംപ്റ്റി tomb. അതിനുശേഷം ഇൻസെപ്പറബിൾ ലവ് കണ്ടു, പിരിയാൻ കഴിയാത്ത സ്നേഹത്തെ കണ്ടു. ബിലീവിങ് വിതൗട്ട് സീയിങ് കണ്ടു, കാണാതെ വിശ്വസിക്കാം. ദ ബെസ്റ്റ് ഷെഫിനെ കണ്ടു, ഏറ്റവും നല്ല പാചകക്കാരനെ കണ്ടു. ഇന്ന് പിന്നെ പറയാല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇന്ന് എന്താ കാണാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. 21-ാം അധ്യായം. അതിനെ വേണ്ടി ഇങ്ങനെ പറയാം, 15 മുതലാണ്. ഈ ബൈബിൾ സ്കൂളുകളും ബൈബിൾ സെമിനാരികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അച്ചമ്പട്ടത്തിന് പഠിച്ചാലും ഒരു തിയോളജിക്കൽ ഡിഗ്രിക്ക് പഠിച്ചാലും ഒക്കെ ഏറ്റവും അവസാനം ഒരു ഗ്രാജുവേഷൻ സെറമണി ഉണ്ട്. അത് നടക്കാൻ പോവാ കേട്ടോ. ഗ്രാജുവേഷൻ ഇന്ന് മോർണിംഗ് ഗ്ലോറിക്കാരുടെ അല്ല, നമ്മുടെ ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്, പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഹല്ലേലൂയ. നമ്മുടെ ശിഷ്യന്മാരുടെ, അതിൽ തന്നെ പ്രധാനിയായ പത്രോസിൻ്റെ അനുയായികളുടെയൊക്കെ ഗ്രാജുവേഷൻ സെറിമണി നടക്കാൻ പോവുകയാണ്. സോ കർത്താവ് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഗ്രാജുവേഷൻ സെമിനാരി നടക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൻ്റെ ചാപ്പലിൽ വെച്ചല്ല, ഗലീല കടലിൻ്റെ തീരത്ത് വെച്ചാണ്. അപ്പോൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി ഗ്രിൽ ചിക്കൻ, ഗ്രിൽ ഫിഷ്. സോറി ചിക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന് ഇഷ്ടപ്പെടില്ല, കാരണം കോഴി കൂകിയതാണ്. ഒരാൾ പറഞ്ഞു ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ തിന്നുന്നത്. അതിന് കാരണം എന്താണ്? കാരണം പറഞ്ഞത് പത്രോസ് തള്ളി പറഞ്ഞ സമയത്ത് കൂ ഇങ്ങനെ കൂകി കൊടുത്തു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ അരിഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഗ്രിൽ ചിക്കൻ അല്ല, ഗ്രിൽ ഫിഷ്, ബ്രെഡ് ഒക്കെ കർത്താവ് മൃഷ്ടാന്നമായി കർത്താവ് കൊടുത്തു. അതിനുശേഷം ഗ്രാജുവേഷൻ സെറിമണി നടക്കാൻ പോവുകയാണ്. സാധാരണ ഈ ഗ്രാജുവേഷൻ സെറിമണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ഒരു സാധനമൊക്കെ തൂക്കിയിട്ട് ചുരുളൊക്കെ പിടിച്ച് ഗൗണൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നിൽക്കും. ആ സമയത്ത് പല ഗ്രാജുവേഷൻ സെറിമണികളിലും 2 തിമോത്തി chapter 2 verse number 2 ഒക്കെ വായിക്കും. നീ പഠിച്ചതൊക്കെയും വിശ്വസ്തരായ ചിലരെ ഭരമേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വായിക്കും. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. വിശ്വസ്തമായി നീ ദൈവസന്നിധിയിൽ ദ്രവ്യാഗ്രഹം കൂടാതെ നിസ്വാർത്ഥമായി പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായി നീ ജീവിക്കുമോ? നീ നല്ല സാക്ഷ്യത്തോടുകൂടി സഭയ്ക്കും ദൈവമുമ്പാകെയും സാത്താൻ്റെ മുമ്പാകെയും ഒക്കെ നല്ല സാക്ഷ്യം പുലർത്തി, അതുപോലെ നല്ല ഓട്ടം ഓടി വിശ്വാസത്തെ കാത്ത് ആ ജീവൻ്റെ നീതിയുടെ കിരീടത്തിന് വേണ്ടി നീ ജീവിക്കുമോ എന്നൊക്കെ ചോദ്യമൊക്കെ ചോദിക്കും. ആദ്യത്തെ ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കടൽ തീരത്താണ് നടക്കുന്നത്. ദേ ജസ്റ്റ് ഹാഡ് എ ബ്രേക്ക്ഫാസ്റ്റ് ഫെലോഷിപ്പ്. അതിൽ ഈ ഗ്രാജുവേഷനൊക്കെ നടക്കുമ്പോൾ പല ഡിഗ്രികളിലും ഒരു വൈവാവോസി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു വാചാ പരീക്ഷ, ചോദ്യങ്ങൾ ചോദിക്കുക. റിട്ടൺ എക്സാം എല്ലാം കഴിഞ്ഞ് പാസ്സായി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു വൈവാവോസിയാണ്. അപ്പോൾ ഒരു വൈവാവോസി നടക്കാൻ പോവാം. ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയണം. അതിന് ശേഷമാണ് ഗ്രാജുവേഷൻ. ഓക്കെ, ലെറ്റ്സ് റീഡ് 15. അവർ പ്രാതൽ കഴിച്ച ശേഷം വേറൊരു സാധനം വരുന്നു, പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറന്നുപോകും. ഇടയ്ക്ക് ചില ദിവസമൊക്കെ ഇത് കഴിയുമ്പോഴായിരിക്കും അയ്യോ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, നല്ലൊരു കാര്യം അതും കൂടി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായാനെ എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കും. അങ്ങനെ വന്നൊരു സാധനം, വേറൊരു സാധനം കൂടി പറഞ്ഞിട്ട് ഇതിലോട്ട് കയറാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞു, ഇൻസെപ്പറബിൾ ലവ്. മഗ്ദലക്കാരി മറിയയാണ് യേശുവിനെ പിരിയാത്ത ആ സ്നേഹബന്ധത്തിൽ മരിച്ച ശേഷവും ആ ഡെഡ് ബോഡിയെ തേടി നടന്ന് അവസാനം ഡെഡ് ബോഡിയല്ല കണ്ടത്, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. ആദ്യമായി, എല്ലാവരും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ, ആദ്യമായി ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ റെസറക്ഷൻ ന്യൂസ് കർത്താവ് കൊടുത്തത് പത്രോസ്ലിഹയ്ക്കോ ഫിലിപ്പോസിനോ നഥനയേലിനോ ആർക്കുമല്ല, ഒരു സ്ത്രീക്കാണ്. സ്ത്രീകൾ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ.
യേശുഹായുടെ മശിഹാത്വം, ദ മെസ്സയാഷിപ്പ് ഓഫ് ജീസസ് ആദ്യമായി റിവീൽ ചെയ്ത് കൊടുത്തത് ഒരു സ്ത്രീക്കാണ്. ഇവർക്കൊക്കെ ഇത്തിരി ക്വസ്റ്റ്യനബിൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ഇത്തിരി മോറൽ ഫെയിലിയറൊക്കെ ഉണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ടും കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട് ട്രെയിൻ ചെയ്ത അപ്പസ്തോലന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കാൻ കാരണമെന്ത്? സ്ത്രീ ഉത്തരം പറ. ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാൽ അത് പിന്നീട് അടക്കി വെക്കില്ല, അത് ധാരാളം ആളുകൾക്ക് പങ്കുവെക്കും എന്നുള്ളത് കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ അതാണ്, അപ്പോൾ ക്ഷമ സിസ്റ്റർ കയ്യിലാണ് ഇതെല്ലാം കൊടുക്കേണ്ടത്, ഞാനല്ല ഇത് പറയേണ്ടത്. സ്ത്രീകൾ സാധാരണ ഒരു ന്യൂസ് കിട്ടിയാൽ അത് ആദ്യമേ ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ഒരാളോട് പറയും. ആ സ്ത്രീ നമ്മൾ രണ്ടുപേരും പിന്നെ ഈ വായു അല്ലാതെ വേറെ ആരും അറിയുമെന്ന് പറഞ്ഞിട്ട് വേറെ ആളോട് പറയും. ശമരിക്കാരി അതൊന്നും അല്ല ചെയ്തത്, വിളംബരമാണ്. മെഗാഫോൺ എടുത്തങ്ങ് വിളംബരം ചെയ്തു. ടൗൺസ് ഫോക്സിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ കാര്യം മൊത്തം പറഞ്ഞൊരു പ്രവാചനം, മൊത്തം ഒന്നും പറഞ്ഞൊന്നുമില്ല, ഒരു 1-2 കാര്യം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അവർക്ക് മൊത്ത കച്ചവടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. മഗ്ദലക്കാരി മറി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നതെങ്കിൽ ഇത് എന്ന് എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ പോയി ഒന്ന് പല്ലൊക്കെ തേച്ച് ഇതൊക്കെ കഴിച്ച് കുളിച്ച് വരുമ്പോൾ ഈ സാധനം മറന്നു പോകും. സ്ത്രീ അതല്ല, അവിടെ പറഞ്ഞിട്ടുണ്ട്, ഓടി അവിടെ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ, ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവൻ ഉയർത്തിരിക്കും, ഞാൻ അവനെ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഇന്നും അറിഞ്ഞു. ആക്ച്വലി വാട്ട് ജീസസ് വാസ് ഡൂയിങ്, എന്താ കർത്താവ് അവിടെ ചെയ്തത്? ജീസസ് വാസ് ഓൾസോ ഓണറിങ് വുമൺഹുഡ്. സ്ത്രീത്വത്തെ കർത്താവ് മാനിക്കുക ചെയ്തേ. എല്ലാ സ്ത്രീകളോടും ഞാൻ പറയാം, പല സമൂഹങ്ങളിലും പല ആചാരങ്ങളിലും പല കൾച്ചറുകളിലും സ്ത്രീത്വത്തെ അടിച്ചമർത്തി മിണ്ടരുത്, എഴുന്നേൽക്കരുത്, സംസാരിക്കരുത്, ശുശ്രൂഷിക്കരുത്, എങ്ങ് ഓടി നടക്കരുത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന, മോളെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. മഗ്ദലക്കാരി മറിയോട് യേശു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഈ ന്യൂസ് ഞാൻ നിന്നോടാ പറയുന്നത്, ഓടിച്ചെന്ന് പറ. എല്ലാ സ്ത്രീകളോടും പറയണം, ഇനി അടങ്ങിയിരിക്കരുത്. യേശുവിനെ കുറിച്ച് എല്ലാവരോടും പറയണം. മറ്റു പലതിനും വേണ്ടി വായാടികളായി പലതും ചെയ്യുമല്ലോ, അത് നിർത്ത്. എന്നിട്ട് യേശുവിൻ്റെ സുവാർത്ത, യേശു ഉയർത്തെഴുന്നേറ്റു, ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ അനുഭവിച്ചു, ഞാൻ അവനെ തൊട്ടു, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്ന് മുതൽ സ്ത്രീകളങ്ങ് ഇറങ്ങാനാണ് ഞാൻ പറയുന്നത്. കാരണം യേശു ചെയ്തത് അതാ, അതുകൊണ്ട് മാത്രം പറഞ്ഞത്. എൻ്റെ ഒരു നിയമമല്ല, ഇതൊരു പുതിയ നിയമത്തിൻ്റെ പുതിയ നിയമമല്ല, ഇത് അവിടെ തന്നെ ഉള്ള നിയമമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പത്രോസിൻ്റെ ഗ്രാജുവേഷനിലേക്കല്ലേ നമ്മൾ വരുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പത്രോസിനെ ആദ്യമായി കണ്ട സമയത്ത് തന്നെ യേശു ശിമോൻ എന്നായിരുന്നു അവൻ്റെ പേര് മാറ്റി പെട്രോസ്, കേഫ, പാറ പോലെ, പാറ കഷ്ണം, ഉറച്ച ഒരു കാര്യത്തിലേക്ക് വരുമെന്നും, അതുപോലെ മീനെ മത്സ്യത്തെ പിടിക്കുന്നവരെ ആക്കുമെന്നും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോഫസീസ് ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് ഒത്തിരി പ്രവചനങ്ങളുണ്ടായിരുന്നു, വാഗ്ദത്തങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കും ചില വാഗ്ദത്തങ്ങളുണ്ടല്ലോ. പക്ഷേ എന്ന് മാത്രമല്ല, പീറ്റർ ഓൾവേസ് ഹാഡ് ദ ഫ്രണ്ട് റോ സീറ്റ്, അല്ലേ? എല്ലായിടത്തും ആ മുന്നിലെ റോയിൽ ആൾ കാണും. ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരെ പറയും തുപ്പലൂടിയന്മാരെന്ന്. അവരിങ്ങനെ മാഷുമാരൊക്കെ നിൽക്കുമ്പോൾ, ടീച്ചേഴ്സൊക്കെ നിൽക്കുന്ന സമയത്ത് അത് അവർ സ്പ്രേ ഒക്കെ വരുമ്പോഴേക്കും അതിൻ്റെ കീഴേ പോയിരുന്ന ഇങ്ങനെ എഴുതിയെടുക്കുന്ന തുപ്പലൂടിയന്മാർ. അതുപോലത്തെ ഒരു തുപ്പലൂടിയനായിരുന്നു ആര്? പത്രോസ്. എല്ലാത്തിനും ആദ്യം ഇനിഷ്യേഷൻ എടുക്കുന്നു, ചോദ്യങ്ങളും ചോദിക്കും. സർ, സംശയം, ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഹി ഹാസ് ബാക്ക്സ്ലിഡൻ. സ്വന്തം നാഥനെ തള്ളിപ്പറഞ്ഞു. ഹീസ് ബ്രോക്കൺ, ഹീസ് ഷാറ്റേർഡ്, ഹി മെസ്ഡ് അപ്പ് എവറിത്തിങ്. ഹീസ് എ ഫെയിലിയർ. പൊട്ടിപ്പൊളിഞ്ഞ് പരാജയത്തിൻ്റെ നെല്ലിപ്പല കൊണ്ട് തോറ്റ് തൊപ്പിയിട്ട് തുന്നം പാടിയ പത്രോസിനെ വിളിച്ച് ഗ്രാജുവേഷൻ നടത്താൻ പോവാ. അതിന് മുമ്പ് എന്തുണ്ട്? വൈവാവോസി, ചോദ്യം ചോദിക്കാൻ പോവാ. 15 21 അധ്യായം 15 വചനം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. Question number 1,
When they had finished eating, breakfast കഴിച്ച ശേഷം, Jesus said to Simon Peter, Simon, son of John, do you love me more than these? ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കും. ഇവയേക്കാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് ചിന്തിച്ച് പറഞ്ഞേ. പപ്പ പിടിച്ച ഒരു 153 മീൻ അവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടൊന്ന് പറഞ്ഞുണ്ട്. പിന്നെ കുറേ 6 ശിഷ്യന്മാർ വേറെ നിൽപ്പുണ്ട്. ഇവയേക്കാൾ മോർ ദാൻ ദീസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദീസ് ഫിഷ്, ദ ക്യാച്ച് ഓഫ് ഫിഷ്. ആക്ച്വലി ജീസസ് മേഡ് ഹിം വെരി റിച്ച്. ഇന്ന് വരെ ജീവിതത്തിൽ കാണാത്ത ഇത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം വലിയ തടിച്ച മുഴുത്ത മീനാണ്. ഒന്നും കളയാനില്ല. സത്യം പറഞ്ഞാൽ അത് വിറ്റാൽ പീറ്റർ ഈസ് ദ റിച്ച് മാൻ. അതുപോലെ പണം ഉണ്ടാക്കാം. പക്ഷേ ഡു യു ലവ് മീ മോർ ദാൻ ദിസ് ക്യാച്ച്? പെട്ടക്കേടൻ വെള്ളി മീനുകൾ പെട്ടക്കുവാണ്. ഒരു മീൻപിടുത്തക്കാരൻ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സിരകളും ധമനികളൊക്കെ ഇതിലൂടെയൊക്കെ ഇലക്ട്രിസിറ്റി പോവും. അതുപോലെ കോരിത്തരിച്ച് നിൽക്കുമ്പോൾ യേശു ചോദിക്കാൻ, സൈമൺ സൺ ഓഫ് ജോൺ, ഡു യു ലവ് മീ? Me, not the ministry, not the anointing, not the gifting, not the blessing that I have given you. Do you love me more than this? Why was he question number 1? മലയാളത്തിൽ കൂടെ അതൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ചിലരെ കമന്റ് പരിഭാഷക്കാരിയാണ്. കമന്റ് ബോക്സിൽ ചിലരൊക്കെ മലയാളം പറയണേന്ന് ഇട്ടിരുന്നു. അയ്യോ, എനിക്ക് ചില മെസ്സേജുകൾ കിട്ടി, ഇത്തിരി ഇംഗ്ലീഷ് കൂടി പറയണേന്ന്. നിങ്ങളുടെ ശുശ്രൂഷയേക്കാൾ, നിങ്ങളുടെ അഭിഷേകത്തെക്കാൾ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യത്തെക്കാൾ, ദൈവം നിങ്ങൾക്ക് നൽകിയ വലിയ വലിയ നന്മയേക്കാൾ, അതിനൊക്കെ വിട്ട് കളയാൻ തക്ക വിധം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾക്ക് കർത്താവിനെ, എന്നെ സ്നേഹിക്കാൻ, കർത്താവ് ചോദിക്കുകയാണ്, എന്നെ സ്നേഹിക്കാൻ കഴിയുമോ പത്രോസേ? ഉത്തരം, question number 1 answer, yes Lord, he said. You know that I love you. You know. ഞാൻ എൻ്റെ ഭാവനയിൽ ഇങ്ങനെ കാണുക, തൻ്റെ തൊണ്ടയൊക്കെ ഒന്നിടറി. You know that I love you. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. Jesus said, feed my lambs. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. You are qualified, you are graduated to feed my sheep. എൻ്റെ ആടുകളെ മേയ്ക്കാൻ, to do the pastoral care ministry. You are qualified. അടുത്തത്, again Jesus said, Simon son of John, do you love me? 16 രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും കർത്താവിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു പോണേ. കർത്താവിൻ്റെ ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിലേക്ക് ഇരുവായ് തലയുള്ള വാള് പോലെ കയറുകയാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അന്നാസിൻ്റെ അരമനയുടെ അടുക്കൽ, അതോ കയ്യഫാസിൻ്റെ അരമനയുടെ ആ വീടിൻ്റെ പരിസരത്ത് വെച്ചൊക്കെ, നീ ഗലീലക്കാരനല്ലേ, ആ കൂട്ടത്തിലുള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ, What are you talking about? I don't even know him. ഇതെല്ലാം കൂടെ ഫ്ലാഷ് ബാക്കിൽ കിടന്ന് മറിയുകയാണ്. Do you love me? എന്ന് ചോദിക്കുമ്പോൾ അകത്തോട്ട് വാള് കയറുക. അതുകൊണ്ട് അവൻ്റെ ഉത്തരം, yes Lord, you know that I love you. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. Jesus said, take care of my sheep. യേശു, എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് പറയാം, നീ എൻ്റെ ആടുകളെ പാലിക്ക. Same question, same answer, same result. Same question, same answer, same result. The third time he said to him, Simon son of John, do you love me?
മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. Peter was hurt because Jesus asked him the third time, do you love me? Peter was hurt. പൗലോസ് എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. He was hurt. അകത്ത് ഒരു മുറിവുണ്ടായി. യേശുവിന്റെ ചോദ്യത്തിൽ അകത്ത് അവൻ ഹേർട്ട് ആക്കപ്പെട്ടു. എന്നിട്ട് പറയാം, do you love me? Then he said, Lord, you love all things. You know that I love you. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. Jesus said, feed my sheep. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് പറയാം, എഴുതിക്കോ, ദി ആസിഡ് ടെസ്റ്റ് ഫോർ മിനിസ്ട്രി. എന്താ മലയാളത്തെ പറയാം, ശുശ്രൂഷക്കായുള്ള രാസപരിശോധന. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. ഗ്രാജുവേഷന് മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ട്. അതൊരു ആസിഡ് ടെസ്റ്റാണ്. ആസിഡ് ഒഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, പ്രവർത്തനമൊക്കെ ഉണ്ടാവും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതും കൂടെ നോക്കിയിട്ട് കർത്താവ് ശുശ്രൂഷയിലേക്ക് റിലീസ് ചെയ്യും. ഞാനിവിടെ ചില കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഓൾ മെൻ ഫോൾ. എല്ലാവരും വീഴാറുണ്ട്. ക്ഷമ സിസ്റ്റർ എന്തെങ്കിലും വീണു പോയിട്ടുണ്ടോ? ഞാനും വീണിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ട്, എഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങളും ഉണ്ട്. ഇന്ന് വരെ വീഴാതെ ജീവിച്ച ആരെങ്കിലും ഉണ്ട്? നോബഡി. എല്ലാവരും വീണിട്ടുണ്ട്. എല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കർത്താവ് ഇവിടെ എന്താ ചെയ്യുന്നത്? ജീസസ് ഗീവ്സ് ചാൻസസ് ടു പീപ്പിൾ ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ്. അബദ്ധം പിണഞ്ഞാൽ, തെറ്റുപറ്റിയാൽ, പാപത്തിൽ വീണാൽ അതിൽ നിന്നും തിരുത്തി എഴുന്നേറ്റു വരാൻ, തിരിച്ചു വരാൻ, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ കർത്താവ് സാഹചര്യങ്ങളും അവസരങ്ങളും നൽകുന്നവനാണ്. Some people lie where they fell. വീണെടുത്ത് തന്നെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ വീണേ ഒരു നൂറ്റാണ്ട് വീണേലും അവിടെ കിടന്നോളും. പക്ഷേ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, ദ ഗ്രേറ്റ് വൺസ് ഗെറ്റ് ബാക്ക്. പിന്നീട് മഹാന്മാരായി അറിയപ്പെടുന്നവരുടെയൊക്കെ പ്രത്യേകത, അവരൊക്കെ എഴുന്നേറ്റ് പോയി. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇന്നും വീണെടുത്ത് തന്നെ കിടപ്പുണ്ടോ? ഈ സദൃശവാക്യത്തിലാണോ യോബിൻ്റെ പുസ്തകത്തിൽ എവിടെയുണ്ട്, മരം വെട്ടിയിട്ടാൽ വീണെടുത്ത് കിടക്കും, അങ്ങനെ ഒരു വചനമുണ്ട്. അവിടെ കിടക്കും, എഴുന്നേറ്റൊന്നും പോകാൻ പോകുന്നില്ല. പക്ഷെ നീ അങ്ങനെയല്ല, എഴുന്നേറ്റ് പോകണം. ശുശ്രൂഷയിൽ നിന്ന് വീണ ആരെങ്കിലും ഉണ്ടോ? വിശ്വാസ ജീവിതത്തിൽ വീണ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിൽ വീണുപോയ ആരെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ജീവിതത്തിൽ വീഴ്ച പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗട്ടറിൽ കിടക്കാതെ, ആ കുഴിയിൽ കിടക്കാതെ, ആ പൊട്ടക്കുഴിയിൽ കിടക്കാതെ എഴുന്നേറ്റ് പോ എന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പോ, എഴുന്നേറ്റ്. ഹല്ലേലൂയ. ഏറ്റവും വലിയ അപ്പസ്തോലൻ വീണു, കർത്താവിനെ കൈവിട്ടില്ല. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, വയറ് നിറച്ചു, അവൻ്റെ ആവശ്യങ്ങളൊക്കെ കൊടുത്തു, അവനെ കണ്ണ് നിറയുന്നത് പോലെ അവനെ ഭൗതികമായി അനുഗ്രഹിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, ഇതിനേക്കാളൊക്കെ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Do you love the giver of every blessing that you enjoy? Amen. ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുമ്പോൾ തന്ന ദാതാവിനെ നീ മറക്കുന്നുണ്ടോ? ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു, ബ്ലെസ്സിംഗ് ടുഡേ പ്രേയർ ലൈനിൽ വിളിച്ചു, ഗൾഫിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, അമേരിക്കയിൽ പോകണം, UK പോകണം, പോയി സെറ്റിലായി. ഇപ്പം യേശു ഉണ്ടോ കൂടെ? പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ? നീ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഈ ടെസ്റ്റ് പേപ്പർ നടത്തി, അല്ലെങ്കിൽ പരീക്ഷ നടത്തി, വൈവാവോസി നടത്തി, 3 ചോദ്യവും എല്ലാം 3 ചോദ്യം ഏകദേശം ഒന്ന് തന്നെ, ഉത്തരവ് ഒന്ന് തന്നെ, റിസൾട്ട് ഒന്ന് തന്നെ. റിസൾട്ട് എന്തായിരുന്നു? ഫീഡ് മൈ ഷീപ്പ്, ടേക്ക് കെയർ ഓഫ് മൈ ലാംസ്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, C.H. സ്പർജൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രസംഗികളുടെ രാജാവ് ഉണ്ടായിരുന്നു, C.H. സ്പർജൻ, ഇംഗ്ലണ്ടിൽ. അദ്ദേഹം പറഞ്ഞത്, ജീസസ് സെഡ് ഫീഡ് മൈ ലാംസ്, നോട്ട് ജിറാഫ്സ്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ എന്ന കർത്താവ് പറഞ്ഞു, ജിറാഫിനെ മേയ്ക്കാനല്ല. ജിറാഫിൻ്റെ പ്രത്യേകത തന്നെത്താൻ പോയി അതൊക്കെ പറിച്ച് തിന്ന് അങ്ങോട്ട് ജീവിക്കും. ഇത് മറ്റേതിന് തീറ്റിക്കണം, കൊണ്ടുപോകണം. അതുപോലെ കെയർ, ഷീപ്പിനെ കുറിച്ച് പറയുന്നത് ഇൻറ്റൻസീവ് കെയർ ആനിമൽ എന്നാണ്. തീവ്രമായ പരിചരണം ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിന് നീ തയ്യാറാണോ? ഇവിടെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, വൈ ഡു യു ഫോളോ ജീസസ്? നമ്പർ 1,
Why do you serve Jesus? Why do you believe in Jesus? എന്തിനു വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നു? മോട്ടീവ്സ്. എന്താ ലക്ഷ്യം? എന്തിനാ യേശുവിലേക്ക് വന്നത്? എന്തിനാ ബൈബിൾ വിശ്വസിക്കുക? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് ചോദിക്കാനുണ്ട്. ചിലരൊക്കെ ബ്ലെസ്സിങ് ടുഡേയിലും പ്രാർത്ഥനകൾക്കൊക്കെ വരുന്നത് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് രോഗം മാറണം, പ്രശ്നങ്ങൾ മാറണം, കുടുംബ പ്രശ്നം മാറണം, ഗൾഫിൽ പോകണം, ഇൻ്റർവ്യൂവിൽ സക്സസ് ആകണം, ജോലി വേണം, വീട് വേണം, കല്യാണം നടക്കണം, കുഞ്ഞുങ്ങളുണ്ടാവണം, ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം നടത്തി തരുന്നത് യേശുവാണ്. പക്ഷെ why do you follow Jesus? Is it for some blessings? കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണോ? പത്രോസേ ഇവയിൽ അധികമായി ഈ കാണുന്ന അനുഗ്രഹങ്ങളെക്കാൾ, നന്മകളെക്കാൾ അധികമായി നീ പേഴ്സണലി ആസ് എ പേഴ്സൺ one-on-one റിലേഷൻഷിപ്പിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പലരും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ഞാൻ ജനിച്ച സമയത്ത് ആദ്യം കുഞ്ഞുങ്ങളുണ്ടാവില്ലായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്ക്. പക്ഷെ ജനിച്ച സമയത്ത് എൻ്റെ അമ്മയും അപ്പനും എന്നെ നേർന്നു. അതുകൊണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ അവർ നേർന്നത് കൊണ്ടൊരു ശാപമൊന്നും വരാതിരിക്കാൻ ഞാൻ ശുശ്രൂഷയിലാണ്. അല്ല വല്ല വണ്ടി ഇടിച്ച് ശാപം കിട്ടി ചത്തുപോയല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ശുശ്രൂഷയില്ല. പത്രോസ്, നോ, ദിസ് ഈസ് ദ ആസിഡ് ടെസ്റ്റ്. Do you love me? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? Then feed my lamb. Amen. Hallelujah. 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 പക്ഷെ ആ പത്രോസിന്റെ അവിടുത്തെ ആ പ്രതികരണങ്ങളുണ്ടല്ലോ, Lord, you know that I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നു. You know my heart. എത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കാൻ, മരണത്തിൽ പോലും കൂടെ നിൽക്കാൻ ഞാൻ പൊളിഞ്ഞുപോയി, പൊട്ടിപ്പോയി, വീണുപോയി. എങ്കിലും in the core of my heart, Lord, I love you. In other words, what he was saying was this: Lord, Master, I love you, but I don't know how to prove it. പറഞ്ഞ മലയാളത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എൻ്റെ യജമാനനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പക്ഷേ എങ്ങനെയാണത് അങ്ങയുടെ മുൻപാകെ എൻ്റെ ഹൃദയം തുറന്ന് തെളിയിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ പത്രോസ് ആ സമർപ്പണത്തിൽ, ആ കമ്മിറ്റ്മെന്റിൽ he was restored. Amen. 3 പ്രാവശ്യം അവൻ ഏറ്റു പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന് പകരമായി 3 പ്രാവശ്യം അതിനെ ക്യാൻസൽ ചെയ്ത് ഓറലി, ഓഡിബിളി കൺഫസ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വാ കൊണ്ട് പറഞ്ഞു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും ഒന്നങ്ങ് പറഞ്ഞ മോർണിംഗ് ഗ്ലോറിക്കാരെ, ലോർഡ് ജീസസ് ഐ ലവ് യു. Say passionately with all your strength and power, taking all your strength, say it loud, I love you Jesus. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന അനേകർക്ക് യേശു കർത്താവിൽ നിന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു വിളിയുണ്ട്. പത്രോസിനെ പോലെയോ മറ്റുള്ള പലരെ പോലെയോ എല്ലാം വിട്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരിക്കും സാഹചര്യങ്ങൾ കൊണ്ട്. ജോലി രാജിവെക്കണമെന്ന്, എല്ലാം കളഞ്ഞു കുളിക്കണമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഉള്ള സാഹചര്യങ്ങളിൽ നീ എവിടെയാണോ വിളിക്കപ്പെട്ട നിലയിൽ ദൈവസന്നിധിയിൽ വസിച്ചുകൊണ്ട് എവിടെയെല്ലാം കർത്താവിൻ്റെ വേല ചെയ്യാമോ അവിടെ എല്ലാം കർത്താവിൻ്റെ വേല ചെയ്യാം. പക്ഷേ അതിൻ്റെ ചോദ്യ പേപ്പർ 3 ചോദ്യമുള്ളൂ. ഡു യു ലവ് മീ? യെസ്, നോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മാർക്ക് ചെയ്യാം, പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തുക. ഡു യു ലവ് ജീസസ്? യെസ്, നോ. പെൻസിൽ കൊണ്ട് താഴെ, ഡു യു ലവ് ജീസസ്? യെസ്, നോ. ചിലർ സഭയിലേക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നത് ചിലപ്പോൾ സഭയിൽ നിന്ന് വല്ല സഹായം കിട്ടുമായിരിക്കും, വീടൊക്കെ ഒന്ന് വെക്കണം, അവർക്കൊക്കെ കുറച്ച് കരുണയുള്ളവരായിരിക്കും. നോ, ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല. വാട്ട് ഐ ക്യാൻ ഗിവ് ടു ദ ലോർഡ്, ദാറ്റ് ഈസ് ലവ്. സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ, ഇങ്ങോട്ട് താ എന്ന് പറയില്ല. ലവ് ഈസ് ഓൾവേസ് ഗിവിങ് ഔട്ട്. സ്നേഹം നൽകുന്നതാണ്. യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? യേശുവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ കഴിയും. സത്യം പറഞ്ഞ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ
എൻ്റെ പിന്നാലെ വരികയാണെങ്കിൽ, എൻ്റെ ശുശ്രൂഷയാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രം കൂടുതലുണ്ടെങ്കിൽ ഡ്രസ്സ് എനിക്കിതാ, നിങ്ങളുടെ ആ മോതിരം ഉരുത്താ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് താന്നല്ല കർത്താവ് പറഞ്ഞത്. ഇഫ് യു വാണ്ട് ടു ഗിവ് സംതിങ് ടു മീ, ഗിവ് മീ യുവർ ലൈഫ്. അതിൽ കുറഞ്ഞ ഒന്നും കർത്താവ് ആരോടും ചോദിക്കുന്നില്ല. കാരണം he loved us giving his life. കർത്താവ് സ്വന്തം ജീവൻ ഇങ്ങോട്ട് തന്ന് സ്നേഹിച്ച് തിരിച്ചവൻ പറയുന്നത്, സ്വന്തം ജീവനെ പിടിച്ചുകൊള്ളുന്നവന് അത് നഷ്ടമാകും. സ്വന്തം ജീവനെ ഞാൻ നിമിത്തം ഉപേക്ഷിച്ച് കളയുന്നവന് അത് ലഭിക്കും, അവൻ കണ്ടെത്തും, നിത്യജീവൻ കിട്ടും. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ, ഏതെങ്കിലും ഒരു ഇതിഹാസ പുരുഷനിൽ വിശ്വസിക്കുന്നത് പോലെ, ഏതെങ്കിലും ഒരു മഹാത്മാവിൽ വിശ്വസിക്കുന്നത് പോലെ, ഏതെങ്കിലും ഒരു ഐതിഹ്യ പുരുഷനിൽ വിശ്വസിക്കുന്നത് പോലെ, ഒരു മിഥ്യയായി എന്തോ ഒരു സാധനത്തെ, ഒരു പരാശക്തിയെ വിശ്വസിച്ച് നടക്കുന്ന പരിപാടിയല്ല. It is giving life to the giver of life. Amen. Amen. Yes. നമ്മൾക്ക് ജീവൻ തന്ന ജീവന്റെ ദാതാവിന് നമ്മുടെ ജീവൻ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. പത്രോസിനെ കുറിച്ച് ചരിത്രം പിന്നീട് പറയുന്നത്, റോമിലെവിടെ വെച്ച് അദ്ദേഹത്തെ പിടിച്ചു, കൊല്ലാൻ പോവാ. ക്രൂശിക്കാൻ വേണ്ടി തന്നെ എടുക്കുമ്പോൾ, കിടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, I have one request. ഒരിക്കലും എൻ്റെ നാഥനെ തൂക്കിയതുപോലെ എന്നെ കൊല്ലരുതെന്നുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ തള്ളി പറഞ്ഞവനാണ്, അതുകൊണ്ട് എന്നെ തലകീഴായിട്ട് ക്രൂശിച്ചാൽ മതി എന്ന് പറയുന്നു. Because he counted his life nothing. ഗലീല കടലിൻ്റെ തീരത്ത് വെച്ച്, ഇന്ന് അവിടെ ചെന്നാൽ അവിടെ ചില ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെൻസ ക്രിസ്റ്റി എന്നൊരു ലോർഡ്സ് ടേബിൾ അവിടെ ഉണ്ട്. ദ റെസ്റ്റോറേഷൻ ഓഫ് പീറ്റേഴ്സ് പ്രൈമസി എന്ന് പറയുന്ന ഒരു സ്ഥലം, പത്രോസിന് അവിടെ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചിട്ടാണ് ഈ റെസ്റ്റോറേഷൻ പ്രോസസ് നടത്തിയത്. അതൊക്കെ അവിടെ ഇന്നും ഉണ്ട്. പക്ഷേ ഈ മോർണിംഗ് ഗ്ലോറിയിൽ പത്രോസ് തിരിച്ചു വന്നു, ശുശ്രൂഷ ചെയ്തു. 2000 കൊല്ലത്തിന് മുമ്പ് ആള് പോയി. I am talking about your restoration. Amen. Where have you fallen? എവിടെയാണ് വീണു പോയത്? അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുമോ? ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നമുക്ക് വരാം. ദൈവവേലയ്ക്കായി സമർപ്പിക്കുന്നവർ മാത്രം എന്ന് വെച്ചാൽ, ലോകത്തിൽ ആരെ സ്നേഹിക്കുന്നതിനേക്കാളും അധികം യേശുവിനെ സ്നേഹിച്ച്, ആരെ വിശ്വസിക്കുന്നതിനേക്കാളും അധികം യേശുവിനെ വിശ്വസിച്ച്, ജീവൻ കൊടുത്ത് ജീവന് തുല്യം അതിലധികമായി സ്നേഹിക്കാൻ തയ്യാറുള്ളവർ കമന്റ് ബോക്സിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. I love my Lord. I love my Jesus more than anything. 3 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക, പത്രോസ് ചെയ്ത പോലെ തന്നെ. I love my Jesus more than anything. I love my Jesus more than anything. Amen. I love my Jesus more than anything. Amen. Hallelujah. ആ കമന്റ് ബോക്സിൽ എല്ലാം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക, പ്രാർത്ഥന ഡയറിയിൽ എഴുതി വെക്കുക, നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെക്കുക. ബൈബിളിൻ്റെ പുറകിലോ മുമ്പിലോ പ്രത്യേക പേജുകളുണ്ടെങ്കിൽ ആ ഭാഗത്ത് എഴുതി സൈൻ ചെയ്യുക. ഈ ദിവസം ഇത്ര മണിക്ക് ഞാൻ യേശുവിനായി പൂർണ്ണമായി. അവിടെ വെച്ചാണ് പത്രോസിന്റെ ഗ്രാജുവേഷൻ പൂർത്തിയായത്. ഇനി അങ്ങോട്ട് അവന്റെ ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. ഇതുവരെ വീണുപോയി, ഇതുവരെ പലതും സംഭവിച്ചു, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റെസ്റ്റോറർ ഓഫ് ദ പെനിറ്റന്റ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്നൊന്ന് പാടാമോ? കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഗീതം ലോകമെമ്പാടും മോർണിംഗ് ഗ്ലോറി പങ്കെടുക്കുന്ന സകലരും ചേർന്ന് പാടി കർത്താവിനോട് പറയാം, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അത് അറിയുന്നപ്പാ. സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു യേശുവേ, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നു
I love you. I love you. I love you. I love you, Jesus. I love you. I love you. I love you, Jesus. I worship you. And I worship you. I worship you. I worship you, Jesus. I worship you. I worship you. I worship you. One more time. I love you. I love you. I love you. I love you, Jesus. I love you. I love you. I love you, Jesus. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പാടിയേ. I love you, Jesus. Come on, sing it out. Everybody, everywhere, sing it out. Lord Jesus, I love you. Let me be qualified to serve you, O Lord. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ വിളിച്ച വിളിയിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ, ഏത് സ്ഥലത്താണോ, ഏത് സാഹചര്യത്തിലാണോ, that doesn't matter. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് കൈ ഒന്നും വേണ്ട, ഒരു കൈ നെഞ്ചിൽ വെച്ച്, ഇവിടെയാണല്ലോ ഹാർട്ട് എന്ന് പറയുന്നത്, ഒരു കൈ ഇവിടെ വെച്ച് മറ്റേ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളായി തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രാർത്ഥന. ഇനി ഒരിക്കലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, ഇനി ഒരിക്കലും ഞാൻ തള്ളിപ്പറയുകയില്ല. കർത്താവെ, ഇനിയുള്ള ശിഷ്ടായുസിൽ നിന്റെ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരെങ്കിലും ഞാൻ പരിപാലിക്കും, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. ചിലരെങ്കിലും ഞാൻ പരിപാലിക്കുമെന്നൊരു തീരുമാനമെടുക്കാമോ? കർത്താവെ, ആ തീരുമാനമെടുക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും തീയിലും നിറച്ച് അന്ത്യകാല ശുശ്രൂഷക്കായി ശക്തിയോടെ അങ്ങ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ സ്ക്രീനിലേക്ക് രണ്ടും നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. സിവിയർ ആസ്മാറ്റിക് അറ്റാക്ക്, ഭയങ്കരമായ ആസ്മ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവറിൻ്റെ പ്രോബ്ലം സൗഖ്യമാകുന്നു. ബ്ലഡിൻ്റെ രക്തത്തിലുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകുന്നു. തലച്ചോറിലുള്ള പ്രയാസങ്ങൾ സൗഖ്യം. വിഷൻ, കണ്ണിൻ്റെ വിഷൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഏതോ സഹോദരന്മാരുടെ കുറച്ച് മധ്യവയസ്കരോ അതിന് മുകളിലുള്ളവരോ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അലർജി സൗഖ്യമാകട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. COVID-19 സൗഖ്യമാകട്ടെ. പറഞ്ഞതോ പറയാത്തതോ സകല രോഗങ്ങളുടെ മേലും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ അറിയിച്ചേ പറ്റൂ. എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പർ പലപ്പോഴും സ്ക്രീനിൽ തെളിയുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. അതുപോലെ തന്നെ ഈ മോർണിംഗ് ഗ്ലോറി എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. നാളെ നമ്മുടെ ജോൺസ് ഗോസ്പൽ തീരുകയാണ്. എങ്ങനെ ഇത് അനുഗ്രഹമാവുന്നു എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ വേലയോട് ഉള്ള അനുബന്ധിച്ച് നിങ്ങൾ എന്താണ് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എന്ത് മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എന്ത് മിനിസ്ട്രി ചെയ്യാനാണ്
നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബ്ലെസ്സിങ് ടുഡേയോടുകൂടെ ചേർന്ന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഒരുപക്ഷെ പ്രയർ മിനിസ്ട്രി ആകാം, ഒരുപക്ഷെ ഹെൽപ്പിംഗ് പുവർ ആവാം, ഒരുപക്ഷെ ഹെൽപ്പിംഗ് മിനിസ്റ്റേഴ്സ് ആവാം, മിനിസ്റ്റേഴ്സിനെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിനെ ഹെൽപ്പ് ചെയ്യുന്നതാകാം, ഫൈനാൻഷ്യലി ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഫിസിക്കലി ചെയ്യുന്ന പല കാര്യങ്ങളാകാം. ഒന്നുമല്ലെങ്കിൽ വായ കൊണ്ട് ഒത്തിരി പേരുടെ സുവിശേഷം പങ്കുവെക്കുന്നതാകാം. ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പണ്ടൊക്കെ ട്രാക്ടർ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ട്രാക്ടർ എടുക്കാൻ കൊറോണ ആയതുകൊണ്ട് പോകാനും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ചുമ്മാ വിരൽത്തുമ്പിൽ ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. എത്ര പേർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തവരെ നരകത്തിൽ പോലും സീറ്റ് കിട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്ലീസ് ഡു ദ ലോർഡ്സ് മിനിസ്ട്രി, ഹിസ് വർക്ക് the way you can. ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. The labor in the Lord is never in vain. 1 Corinthians I think 15th chapter. ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഫേവർ ഓഫ് ദ ലോർഡ്, ഇതൊക്കെ അവർക്ക് കൊടുത്ത് എന്നാ പിടിച്ചോ, എറിയട്ടെ, കൈ നീട്ടിക്കോ, എറിയട്ടെ. ഇതെല്ലാം ഇങ്ങനെ കിട്ടിയാലും ചില്ല് പൊട്ടു എന്നുള്ളതല്ലാതെ. അപ്പോൾ ഇതുണ്ട്, ഫേവർ ഓഫ് ദ ലോർഡ് ഉണ്ട്. ഇതെന്താ? എൻ്റെ പ്രാർത്ഥനയുടെ ഇതെന്താ? മനസ്സിന്റെ നവീകരണം. ഇതെന്താ? ചോദിച്ചു വാങ്ങുക. ഇതെന്താ? ആശിഷമാരി. ഇതെന്താ? വിന്നേഴ്സ് ഫാക്ടറി. ഇതെന്താ? തടസ്സങ്ങളെ തകർക്കുക. ഇത് പുസ്തക കച്ചവടമല്ല, ദിസ് ഇസ് ലിറ്ററേച്ചർ മിനിസ്ട്രി. ഇതിലൂടെ അനേകർ അനുഗ്രഹിക്കും. നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കോപ്പികൾ വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് അങ്ങ് കൊടുക്കുക. മേ ബി ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു കൻ ഗിവ്. കാരണം അതിലാണ് പലതും ഇരിക്കുന്നത്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് വൈകിട്ട് ഹോം ഫെലോഷിപ്പ് ഉണ്ട്. നാളെ നമ്മുടെ ലാസ്റ്റ് മോർണിംഗ് ഗ്ലോറി ഈ വീക്കിൽ. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം നാളെ തീരുകയാണ്. നാളെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ അധ്യായത്തിലും, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ അധ്യായത്തിലും കർത്താവ് എന്തായി വെളിപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ കൂടെ നാളെ കൺക്ലൂഷൻ പറയുന്ന സമയത്ത് പറയുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി 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 അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച പലതും നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ അനൗൺസ്മെൻ്റ് എല്ലാം വരും. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെ